നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 128ാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് പരാക്രം ദിവസ് ആഘോഷിക്കുന്നു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിനായി മുന്നേറുമ്പോൾ നേതാജിയുടെ ജീവിതം നമുക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ അറിയിച്ചു. പരാക്രം ദിവസ് ആഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരും സുഭാഷ് ചന്ദ്രബോസിന് ആദരാഞ്ജലി അർപ്പിച്ചു. पराक्रम दिवस का भव्य उत्सव नेताजी की जन्मभूमि पर हो रहा है। मैं ओडिशा की जनता को, ओडिशा सरकार को इसके लिए बहुत बहुत बधाई देता हूं। कटक में नेताजी के जीवन से जुड़ी एक विशाल प्रदर्शनी भी लगाई गई है। इस प्रदर्शनी में नेताजी के जीवन से जुड़ी अनेक विरासतों को एक साथ सहेजा गया है। कई चित्रकारों ने कैनवास पर नेताजी के जीवन प्रसंग की तस्वीरें उकेरी हैं। इन सब के साथ नेताजी पर आधारित कई पुस्तकों को भी इकट्ठा किया गया है। नेताजी की जीवन यात्रा की ये सारी विरासत मेरे युवा भारत, माय भारत को एक नई ऊर्जा देगी. ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രചോദനത്തിന്റെയും മായാത്ത പ്രതീകമായി നേതാജിയുടെ ജീവിതം എപ്പോഴും ഓർമ്മിക്കപ്പെടുമെന്ന് അമിത് ഷാ അനുസ്മരിച്ചു. നേതാജിയുടെ നേതൃത്വം, ധൈര്യം, സഹിഷ്ണുത, സാമൂഹിക നീതിക്കായുള്ള പോരാട്ടം ഉൾപ്പെടെയുള്ളവ ഇന്നും ഓരോ ഇന്ത്യക്കാരനെയും പ്രചോദിപ്പിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പരാക്രം ദിവസിനോടനുബന്ധിച്ച് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 3 ദിവസത്തെ ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. 2021 സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനായി ജനുവരി 23 കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പരാക്രം ദിവസായി പ്രഖ്യാപിക്കുകയായിരുന്നു.